മഹാഭാരതയുദ്ധം നടന്ന പുണ്യഭൂമി കുരുക്ഷേത്രം. വിശ്വാമിത്ര മഹർഷിയുടെ പുത്രനായ രാജാവ് കുരു ഇവിടെ തപസ് ചെയ്തുകൊണ്ടാണ് ഈ ഭൂമിക്ക് കുരുക്ഷേത്രം എന്ന പേര് വന്നത്. പാണ്ഡവരും കൗരവരും യുദ്ധം ചെയ്തും ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകിയതും ഈ പുണ്യഭൂമിയിലാണ്. ധർമ്മത്തെയും നീതിയെയും അടിസ്ഥാനപ്പെടുത്തി ഇവിടെ നടന്ന സംഭവങ്ങളാൽ ധർമ്മക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. കുരുക്ഷേത്രത്തിലെ വിശാലമായ സമതലഭൂമി യുദ്ധത്തിന് അനുയോജ്യമാക്കി. ഇന്നും കുരുക്ഷേത്ര ഭൂമി ചുവപ്പായി കാണാം. ശാസ്ത്രീയമായി ഇരുമ്പ് അംശം കൂടുതലായതിനാലാണ്. യുദ്ധത്തിലെ വീരരക്തസാക്ഷികളുടെ ചോരയുടെ അവശേഷിപ്പായും വിശ്വസിക്കപ്പെടുന്നു. ഹരിയാനയിൽ സ്ഥിതി ചെയ്യുന്ന കുരുക്ഷേത്രം ഇന്ന് പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ബ്രഹ്മ സരോവർ മഹാദേവനും ബ്രഹ്മാവിനും സമർപ്പിച്ചിരിക്കുന്ന ദിവ്യസ്ഥാനം, ഭഗവാൻ കൃഷ്ണന്റെ പാദമുദ്രയുള്ള ജ്യോതിസർ ഗീതോപദേശം നൽകിയ സ്ഥാനമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സന്നിഹിത സരോവർ മഹാഭാരത യുദ്ധത്തിനു മുന്നേ കൗരവ സേനാധിപതി ദ്രോണർ പൂജ നിർവഹിച്ചതായി വിശ്വസിക്കപ്പെടുന്ന സ്ഥാനം. ഇവ എല്ലാം ഇവിടെ കാണാം. ഗീത മഹോത്സവം പോലെയുള്ള ആഘോഷങ്ങളും നടത്തപ്പെടാറുണ്ട്.